ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഞങ്ങളുടെ എളഫിന്റെ വീടാണത്. സോ ഈ വീട്ടിൽ ഞങ്ങൾ കുറെ കൃഷികൾ നടത്തുന്നുണ്ട്. വീടുകളും കുഞ്ഞുങ്ങളൊക്കെ വിരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. സോ നല്ല കുഞ്ഞു കോഴികളൊക്കെ ഉണ്ട്. പിന്നീട് പൂക്കളുണ്ട്, നല്ല ഓർഗാനിക് പൂക്കൾ. സോ ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ നായനെ പരിചയപ്പെടാം. ഇവന്റെ പേര് കുക്കു എന്നാണ്. സോ ഇവൻ നല്ല ക്യൂട്ടായിരുന്നു. ഫസ്റ്റ് ഒക്കെ മേടിച്ചപ്പോൾ ഇവര് കാർഡ്ബോർഡ് ബോക്സിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല ക്യൂട്ടായിരുന്നു പട്ടിക്കുട്ടി. അവനൊക്കെ ഞാൻ കുറെ തലൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് പേടിയാണ്, കുറച്ചുകൂടി വലുതായി അവൻ. അപ്പോൾ നല്ലപോലെ വലുതായപ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് തൊടാനൊക്കെ. ഓക്കെ, നല്ല കടിയാട്ടോ, നല്ല പിന്നെ നല്ല വാക്കിംഗ് ആണ്, നല്ല നമുക്ക് ഇവനെ ഇങ്ങനെയൊക്കെയാണ് ട്രെയിൻ ചെയ്തേക്കുന്നത്. ഇവനെ ഇരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിൽക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഹൈഫൈ കൊടുക്കാൻ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഹായ് അങ്ങനെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സോ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഓക്കെ, അപ്പോൾ ലിമിയാൻജി ഇവനെ എങ്ങനെയൊക്കെ ചെയ്യാൻ എന്തൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടില്ലേ നമുക്കൊന്ന് നേരിട്ട് കാണാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. Get up. Get up, Chi. Get up. Get up. Shake hand. Very good. Get up. Get up. High five. Very good. Panchi, do high five. Shake hand. Goodbye. Meow. Down. Rest. അപ്പോൾ ഇതാണ് കുക്കുവിൻ്റെ പട്ടിക്കൂട്. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെയാണ് സെറ്റപ്പ് എന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ ഇവർ നെറ്റ് ഇട്ടിട്ടുണ്ട്, പാമ്പൊന്നും കിടക്കാതിരിക്കാനായിട്ട് നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവർ ലോക്ക് ചെയ്യും. അതിന് ഇപ്പോൾ ഇവരുടെ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ഒരു ഷട്ടിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ഇവർ ഇത് ലോക്ക് ചെയ്തിടും. അപ്പോൾ ഇതിനുള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ ഇവിടെ ടൈലിട്ടേക്കാണ്. പിന്നെ അവിടെ ബെഡ് ഇട്ടുണ്ട്, പിന്നെ ഒരു സിമൻ്റ് കൊണ്ട് പണിത് വെച്ചേക്കാണ്. പിന്നെ അങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ പിന്നെ അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ ശീതളൊന്നും അടിക്കാതിരിക്കാനായിട്ട്, പിന്നെ തണുക്കാതിരിക്കാനൊക്കെ ആയിട്ട് അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കുക്കുവിൻ്റെ നായ്ക്കൂട്. ഓക്കെ, അപ്പോൾ നമുക്കിനി കോഴിക്കോടും കോഴികളുടെ വിശേഷം അറിയാം. ഹൈടെക് കൂടാണ്. ഇതിന് 7500 രൂപയാണ് ഇവർ കൊടുത്തേക്കുന്നത്. നല്ല ബെസ്റ്റ് കൂടാണ്. ഇതിൻ്റെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല വെൽഡിങ് വർക്ക്സ് ഒക്കെ ചെയ്ത് നല്ല സ്ട്രോങ് ആണിത്. പിന്നെ അതിൻ്റെ അടിയിൽ ആയിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ബ്രിക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കോഴികൾക്ക് ഈസി ആയിട്ട് കയറാനായിട്ട് ഇവർ ഒരു കോണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തും ഉണ്ട്. ഇവിടെ ഒരു വാതിലുണ്ട് കേട്ടോ. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അടച്ചിട്ട് ഇതുപോലെയുള്ള ഈ കുറ്റി വെച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ ജസ്റ്റ് കുത്തി കൊടുക്കും. അപ്പോൾ ലോക്ക്. സോ ഇത് തന്നെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, ഇത് അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഓരോ പൈപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വായോണ്ട് കുത്തി കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കിട്ടുന്നതാണ്. പിന്നെ അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് കണ്ടോ, ആ ഭാഗത്തായിട്ട് കണ്ടോ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൽ അവർ വെള്ളം നിറയ്ക്കാം, നല്ല വെള്ളം നിറയ്ക്കും. പിന്നെ ഇവിടെ നോക്കൂ, ഇവിടെ ആയിട്ടൊരു പൈപ്പില്ലേ, ഈ പൈപ്പിൽ ഇങ്ങനെ പൊട്ട വെള്ളം ഇരിക്കുന്നുണ്ട്. അത് കളയാൻ വേണ്ടിയിട്ട് ഈ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ പൊട്ടവെള്ളം പോകും. ഇവിടെ കൂടുന്ന വെച്ച് കഴിഞ്ഞാൽ വലിയ കോഴികൾക്ക് കിടക്കാനായിട്ടുള്ളതാണ്. ഇത് ഫസ്റ്റ് ട്രിപ്പിന് വിരിച്ചിറക്കിയ കോഴികളെ ഇടാനുള്ള കൂടാണ്. ഇത്തിരി വലുപ്പമുണ്ട്, നല്ല സ്പീഷ്യസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ നെറ്റ് അടച്ചിട്ട് അതിൻ്റെ അടിയിൽ കമ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കാണും. പിന്നെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണമൊക്കെയാണിത്. പിന്നെ മറ്റേ കൂടിൽ കണ്ട പോലെ തന്നെ അവർക്ക് കയറാനായിട്ടൊരു കോഴിൻ്റെ കോണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടിതൊക്കെ കെട്ടി വെച്ചിട്ട്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ട്രിപ്പിനെ വിരിച്ചിറക്കിയ ഫസ്റ്റ് ട്രിപ്പിൻ്റെ കൂട്. സോ ഇതിപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വന്ന തന്നെ ഒരു ഭയങ്കര പേടിച്ച് നിൽക്കുകയാണ്. ഇത് രണ്ടാമത്തെ സെക്ഷനാണ്. ഇത് ശരിക്കും പ്രാവിൻ്റെ കൂടാണിത്. ഇതിൽ ഇവരിപ്പോൾ കുഞ്ഞു കോഴികളെ ഇട്ടേക്കാണ്. ഇതിപ്പോൾ ആ കൂടുതൽ കിടന്നിരുന്ന കോഴികൾ ഫസ്റ്റ് ഇതിലായിരുന്നു ഇട്ടുണ്ടായിരുന്നത്, പിന്നെ അതിലേക്ക് മാറ്റിയതാണ്.
ഓക്കെ. അങ്ങനെ വലുതാവും തോറും മാറ്റി മാറ്റി അവരെ കൂട് മാറ്റി മാറ്റി നിൽക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു കോഴികൾ. ഇതിൽ സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഉണ്ട്. പിന്നെ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ ബോട്ടിൽ കമത്തി വെച്ച മാതിരി ഒരു സാധനമുണ്ട്. പിന്നെ രാത്രിയൊക്കെ ആവുമ്പോൾ ഇതിനെ അവരെടുത്ത് അകത്ത് കയറ്റി വെക്കും, അല്ലെങ്കിൽ പ്രശ്നമാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഓക്കെ. ഇതൊക്കെയാണ് ഫസ്റ്റ് ട്രിപ്പ് ഇവർ വിരിച്ചിറക്കിയ കോഴിക്കുഞ്ഞുങ്ങൾ. ഓക്കെ. അപ്പോൾ ഇത് കോഴിക്കുഞ്ഞുങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഇത്തിരി വലുതായി, പക്ഷേ കോഴിക്കുഞ്ഞുങ്ങൾ തന്നെയാണ്. സ്റ്റിൽ ദേ ആ കോഴിക്കുഞ്ഞുങ്ങൾ. ഓക്കെ. അപ്പോൾ ഇവരെ കുറേ ടൈപ്പ് കോഴികളുണ്ട്. ഇപ്പോൾ 7 എണ്ണം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. സോ 2 ചാത്തനും 5 പെടയുമാണ് ഉള്ളത്. പിന്നെ ഇവർ മെയിനായിട്ട് ഈ ഭാഗത്തൊക്കെയാണ് കളിക്കാനായിട്ട് വരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. കാരണം നല്ലപോലെ ചെളിയും പിന്നെ വാഴയൊക്കെ നിൽക്കുന്ന കാരണമുണ്ട് ഇവരിവിടെ ചെളിയൊക്കെ ഉള്ള കാരണം അതൊക്കെ കുത്തി തിന്നാണ് അവർ ചെയ്യുക. ഓക്കെ. സോ ഇതാണ് അവർ മെയിൻ കളിസ്ഥലം. ഓക്കെ. സോ ഇത് ഒരു മീനിൻ്റെ ഇങ്ങനെ ഒരു ടാങ്ക് ഇവർ സിമെൻ്റൊക്കെ ഇട്ട് ടാർപ്പായൊക്കെ ഇട്ടിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് മീനുകളെ വളർത്തുകയാണ്. അപ്പോൾ ഇതിൽ കായൽ മീനുകളാണ് മെയിനായിട്ട് ഇട്ടേക്കുന്നത്. സോ അവരൊക്കെ അടിയിൽ പോയി കിടക്കുകയാണ്. അവരൊന്നും കാണാനില്ല, എന്താണെന്നറിയില്ല. അവരൊക്കെ അടിയിൽ പോയി കിടക്കുകയാണ്. ഇതൊക്കെ ഉണ്ടോ, ഒരെണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട്. ചിലതിനൊക്കെ കാണാനുണ്ട്, പക്ഷേ ഇത് കലങ്ങിയ വെള്ളമായ കാരണം കൊണ്ട് പെട്ടെന്ന് കാണാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ. സോ ഇനി നമുക്ക് ഇതിൻ്റെ വേറൊരു അക്വാറിയത്തിൽ കുറച്ച് മീനുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരിനെ കൂടി കണ്ടിട്ട് വരാം. ഓക്കെ. ഇത് വേറൊരു അക്വാറിയമാണ്. ഇവർ മോഡലിങ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഷീറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ വർക്കൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതിനുള്ള ഇവർ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു അക്വാറിയം പോലെ തന്നെ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ ടൈപ്പ് മീനുകളൊക്കെ ഉണ്ട്. സാരി മീൻ, പിന്നെ കുറേ ടൈഗർ, അങ്ങനെ കുറേ മീനുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിലൊന്നൊക്കെ അറിഞ്ഞൂടാ. സോ ഓക്കെ. ഏഞ്ചൽ മീൻ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു വാൾപേപ്പറൊക്കെ ചെയ്തിട്ടുണ്ട്. 3D വാൾപേപ്പറാണ്. നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൽ കൂടെ നോക്കുമ്പോൾ 3D ആയിട്ട് തോന്നുന്നുണ്ട്. ശരിക്കും അപ്പുറത്താണ്, പക്ഷേ ഇത് കാണുമ്പോൾ 3D ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പെബിൾസൊക്കെ ഇട്ട് കളർഫുൾ പെബിൾസൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഫിൽറ്റർ വെച്ചിട്ടുണ്ട് ബബിൾസ് വരാനായിട്ടാണ്. ഓക്കെ. സോ ഇതാണ് ഒരു അക്വാറിയത്തിൻ്റെ മോഡൽ. ഓക്കെ. ഇതാണ് നമ്മുടെ ഫൈറ്റർ. ഇവൻ മെയിലാണ് കേട്ടോ. ഇവന് കൊടുക്കാറുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഇതാണ്, ഒരു മണിമണി പോലെ ഉള്ളത്. പിന്നെ ഇങ്ങനെ ഒരു ലിക്വിഡ് പോലത്തെ എന്തോ ആണ്. ഇവന് മാത്രമായിട്ടാണ് ഈ ഒരു അക്വാറിയം എന്ന് പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞ് ബൗള് പോലത്തെ ഒരു സാധനത്തിലാണ് ഇട്ടേക്കുന്നത്. സോ ഇവൻ മെയിലാണെന്ന് ഞാൻ കുറേ പ്രാവശ്യം പറയുന്നു. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഫൈറ്റർ. സോ ഗായ്സ്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂക്കളെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പൂക്കൾ. അധികം പൂക്കളൊന്നുമില്ല, എന്നാലും നല്ല ഒരു കുഞ്ഞ് ഗാർഡനൊക്കെയാണ് ഇവർക്ക്. ഫ്രണ്ടിൽ തന്നെയായിട്ട് പൂക്കളുടെ ഗാർഡനൊക്കെ ഉണ്ട്. ഓക്കെ. സോ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ.